ദീപു, നിനക്ക് കല്യാണത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? അയ്യേ, അതൊക്കെ മോശല്ലേ. അത് ശരി, അതൊക്കെ മോശാണെങ്കി നമ്മുടെ അച്ഛനും അമ്മയൊക്കെ മോശക്കാരാവണല്ലോ. അത് അവര് വലുതായിട്ടല്ലേ കല്യാണം കഴിച്ചത്. അത് ശരിയാണല്ലോ. എടാ, നിനക്ക് ഗാന്ധിജി എത്രാം വയസ്സിലാ കല്യാണം കഴിച്ചതെന്ന് അറിയാമോ? എത്ര വയസ്സിലാ? 13-ാം വയസ്സില്. ആണോ? അന്നൊക്കെ അങ്ങനെ ആയിരുന്നടാ. പിന്നെ അത് നിർത്തി. അതിനൊക്കെ കാരണം ഒരു മഹാനാ. ഞാൻ പുള്ളിയുമായി ചെറിയ പിണക്കത്തിലാ. അതാരാ നിനക്ക് പിണക്കമുള്ള ഒരു മഹാൻ? രാജാറാം മോഹൻ റായ്. അതാരാടാ ഈ 3 പേര്? എടാ വണ്ടാ, അതൊരൊറ്റ ആളാ. പുള്ളിയുടെ പണിയാ ശൈശവ വിവാഹം നിർത്തലാക്കിയത്. കൊലച്ചതിയായി പോയി. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. നമ്മുടെ സതീശേട്ടന്റെ കല്യാണ പെണ്ണിനെ കണ്ടാലേ ഒരു കിളിയെപ്പോലുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതെ. എടാ, അവരെ കണ്ട എന്റെ അമ്മോ, ഉണ്ട കണ്ണും വളഞ്ഞ മൂക്കും കണ്ട പേടിയോ, കൂമനെ പോലുണ്ട്. കൂമനെന്താ, കിളിയല്ലേ? അതുപോട്ടെ, നമ്മുടെ തെക്കേതിൽ രമചേച്ചിയുടെ ഭർത്താവിനെ കുറിച്ച് നീ എന്താ പറഞ്ഞു വരുത്തിയത്? രമചേച്ചിയുടെ ഭർത്താവ് മോഹനേട്ടൻ. ഞാനെന്താ പറഞ്ഞത്? നല്ല പൂ പോലത്തെ സ്വഭാവാണെന്ന്. എടാ, പുള്ളി ഒരു മുഴുക്കുടിയനാ, ഫുൾ ടൈം വെള്ളത്തിലാ. ഞാൻ ഉദ്ദേശിച്ചത് താമരപ്പൂവാ. താമര ഫുൾ ടൈം വെള്ളത്തിലല്ലാതെ പിന്നെ പാറപ്പുറത്താണോടാ? എടാ ടിൻഡോ, നിന്റെ വിളച്ചില് കുറച്ച് അധികമാവുന്നുണ്ട്. ഇനിയും നീ ഇത് തുടർന്നാൽ നിന്റെ മൂക്കിനെ അടിച്ചു പരത്തും. ആഹാ, എന്നോട് കളിക്കാൻ നീ ആയോടാ? നിന്റെ 64 പല്ലും ഞാൻ അടിച്ചു താഴെ ഇടും. 64 പല്ലോ? എടാ, ഒരാൾക്ക് പരമാവധി 32 പല്ലേ ഉണ്ടാവൂ. അതെനിക്കറിയാം. ഞാനും ദീപുവുമായുള്ള പ്രശ്നത്തിൽ നീ കേറി ഇടപെടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ പല്ലും കൂടി ചേർത്താ 64 പല്ലെന്ന് പറഞ്ഞത്. മനസ്സിലായോ?